ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. എന്തായി ചാനലിന്റെ കാര്യം, ഇത്രയും നാൾ എന്ത് ചെയ്യായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് വന്ന് സംസാരിക്കാം. തൽക്കാലം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഇന്നത്തെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 100% 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് നിങ്ങളൊന്നും സങ്കല്പിക്കാത്ത രീതിയിലുള്ള പുതിയൊരു കൺസെപ്റ്റ് ആണ്. ആ കൺസെപ്റ്റ് കണ്ട് അല്ലെങ്കിൽ ഈ സിനിമയുടെ അവസാനം കണ്ട് നിങ്ങൾ ഞെട്ടോ ഇല്ലയോ എന്നുള്ളത് അത് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ കഥയെക്കുറിച്ചൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു അപ്പാർട്ട്മെന്റ്, കുറച്ചധികം ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. നമ്മുടെ കഥാനായകനും കഥാനായികയും എല്ലാം അവിടെയാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ ഒരു വാതിലും ജനലും തുറക്കാൻ നോക്കുമ്പോൾ വാതിലും ജനലൊക്കെ തുറക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അപ്പുറം ഭാഗത്ത് ഒരു കറുത്ത ചുമര്. ഇതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഡ്രില്ല് ചെയ്ത് നോക്കി, ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കി, കോടാലി വെച്ച് വെട്ടി നോക്കി, സിംഗിൾ ആയിട്ട് ഒരു സ്ക്രാച്ച് പോലും അതിലുണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? എന്താണ് ആ കറുത്ത ചുമര്? ഇവരെങ്ങനെ അവിടെ പെട്ടുപോയി? രക്ഷപ്പെടുവോ ഇല്ലയോ? ഇതാണ് ഈ കഥയിലൂടെ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തില് നമ്മുടെ കഥാനായകനായിട്ടുള്ള ടിമ്മിനെയാണ് കാണിക്കുന്നത്. ആളൊരു ഗെയിം ഡെവലപ്പർ ആണ്. ഒരു നല്ല ഒന്നാന്തരം ഗെയിം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. സോ അവന്റെ ടീംമേറ്റുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഈ ഗെയിമിൽ എന്തോ വലിയൊരു ബഗ് ഉണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റണം. അത് മാറ്റിയതിനു ശേഷമേ ഇതിന്റെ റിലീസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ടിം ആകെ ടെൻഷനിലാവുകയാണ്. അധിക ദിവസമൊന്നുമില്ല. പെട്ടെന്ന് ആ ഒരു കമ്പ്യൂട്ടറിൽ എന്തോ ഒരു ഗ്ലിച്ച് വന്നു. ആ ഒരു കോള് ഡിസ്കണക്ട് ആവുന്നുണ്ട്. മാത്രമല്ല ടിം വല്ലാതെ സ്ട്രെസ്ഫുൾ ആവുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഭാര്യയായിട്ടുള്ള ഒലീവിയയുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതും. എന്നാൽ എന്ത് സംഭവിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആള് മെന്റലി ഒട്ടും ഓക്കെ അല്ല. ഈ സമയത്താണ് അവൻ വെള്ളം കുടിച്ചു വെച്ച ഒരു ഗ്ലാസ് അതിങ്ങനെ കമിഴ്ത്തി വെച്ചായിരുന്നു. അതിന്റെ ഉള്ളിൽ ഒരു ഈച്ച കുടിയും കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലാസ് എടുത്ത് കൈകൊണ്ട് അതിന്റെ അടിഭാഗം പൊത്തിപ്പിടിച്ച് ആ ഒരു ഈച്ചയെ പുറത്തേക്ക് കളയാൻ നോക്കുകയാണ്. എന്നാൽ അതിനു മുന്നേ തന്നെ ഗ്ലാസ് നിലത്ത് വീണ് ഈച്ച എങ്ങോട്ടോ പാറിപ്പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വരികയാണ്. ഭാര്യയുടെ പേര് ഒലീവിയ എന്നാട്ടോ. അപ്പൊ ഒലീവിയ വന്നിട്ട് ടിമ്മിനോട് ചോദിക്കുന്നുണ്ട്, എടാ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ? ടിം പറയാണ്, ആ കുഴപ്പമൊന്നുമില്ല, ഞാനൊന്ന് ഇപ്പോ പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ടിം ഒന്ന് പുറത്തേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ഇവർ താമസിക്കുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിന്റെ റെനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിമ്മും ഒലിവിയും കൂടിയിട്ട് അതിന്റെ ഓണറുടെ അടുത്തേക്ക് ചെന്നിട്ട് വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയാണ്. ആ കുഴപ്പമൊന്നുമില്ല, കുറച്ച് മന്ദഗതിയിലാണ്, ഒന്ന് സ്പീഡപ്പ് ആകണം. ഇതേ നേരം തന്നെ ഈ ഫയർഫോഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, സോ അവരുടെ 2-3 ഹെലികോപ്റ്റർ എങ്ങോട്ടോ വേഗത്തിൽ പോകുന്ന കാണുകയാണ്. അപ്പൊ എന്താണ് പ്രശ്നമെന്ന് ഈ ഒരു ഓണറോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അവിടെ എവിടെയോ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടേക്ക് അവർ പോന്നേ തോന്നുന്നു. ഓ അത് ശരിയെന്ന് പറഞ്ഞിട്ട് ടിമ്മും ഒലിവിയും അവിടുന്ന് പോവാണ്. അതേ നേരം തന്നെ ആ ഒരു തീ പിടിച്ച സ്ഥലം ഉണ്ടല്ലോ, അത് നമ്മളെ കാണിക്കണം. സംതിങ് മിസ്റ്റീരിയസ് ആയിട്ട് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ ടിം അതുപോലെ ഒലീവിയ രണ്ടുപേരും ഒരു പഴയ വണ്ടിയുടെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. ടിമ്മിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണത്. ഒലീവിയ അത് നന്നായിട്ടൊന്ന് മോഡിഫൈ ചെയ്തെടുത്തു, അവനൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആശാന്റെ മുഖത്ത് ഇതിന്റെ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല. അതേ നേരം തന്നെ ഒലീവിയ പറയുന്നുണ്ട്, ടിമ്മെ എന്തായാലും ഭയങ്കര സ്ട്രെസ് ആണ് നിന്റെ ഈ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ, നമുക്കൊന്ന് പാരീസിലേക്ക് ഒരു ട്രിപ്പിന് പോയാലോ, എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ ടിം പറയണ, എടോ പറ്റില്ലടോ, 3 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട വർക്കുകളുണ്ട്, അത് ഈ സമയമൊന്നും മതിയാവില്ല, അതുകൊണ്ട് ഞാനില്ല എന്ന് പറയണം. ഒലീവിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി കേട്ടോ. ഇവന്റെ ഈ ഒരു മൈൻഡ് മാറ്റാൻ ഒരു ചെറിയ ട്രിപ്പ് പോയിട്ട് വരാന്ന് പറയുന്നത് മുഖത്തടിച്ചതുപോലെ പറ്റില്ല എന്ന് ടിം പറഞ്ഞു. അവൾക്കാകെ വിഷമമായി. രണ്ടുപേരും രാത്രി കിടന്നുറങ്ങാണ്. ഇതേ നേരം തന്നെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണിക്കുന്നുണ്ട്. സംതിങ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങൾ, ഒരു വല്ലാത്ത പുക അതിന്റെ മുകളിൽ അങ്ങനെ മൂടി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ടിമ്മിനെ കാണിക്കുകയാണ്. രാവിലെ ആയപ്പോൾ അവൻ എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത് ഒലീവിയ ഉണ്ടായിരുന്നില്ല. അവൾ എവിടെ പോയി നോക്കാൻ വേണ്ടി ഹാളിലേക്ക് പോയപ്പോൾ ഇപ്പൊ ഒലീവിയ പറയാണ്, ഇനിയും നിന്നിങ്ങനെ നിന്റെ ഈ ഡിപ്രഷനും കണ്ടുകൊണ്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ, പരമാവധി അതിൽ നിന്ന് നിന്നെ കരകയറ്റാൻ വേണ്ടി ഞാൻ നോക്കി, അതിന് നിനക്കും കൂടെ ഒരു താല്പര്യം വേണം. സോ ഞാൻ ഒറ്റയ്ക്ക് പാരീസിലേക്ക് പോവാണ്. പോയാൽ ഇനി വരുന്ന കാര്യത്തിൽ ഡൗട്ടാണ് കേട്ടോ. അതായത് അവനെ വിട്ട് പോവുക എന്ന രീതിയിൽ തന്നെയാണ് ഒലീവ് സംസാരിക്കുന്നത്. എന്തായാലും ഇതിനുശേഷം ദേഷ്യത്തിൽ ആ മെയിൻ ഡോർ തുറന്ന സമയത്താണ് കഥ ആരംഭിക്കുന്നത്. അതെ, ശരിക്കുള്ള സംഭവം ഇവിടെ വെച്ചാണ് രണ്ടുപേരും കാണുന്നത്. ഈ വാതിൽ തുറന്ന സമയത്ത് ഓപ്പൺ ആയിട്ട് കിടക്കില്ല ഒരു ഭാഗം, പകരം ഭയങ്കര കറുത്ത നിറമുള്ള എന്തോ ഒരു ചെറിയ ചെറിയ കട്ടകൾ വെച്ച് അടുക്കിയതുപോലെ ഫുള്ളായിട്ട് ആ ഒരു ഭാഗം മറഞ്ഞു കിടക്കുകയാണ്. ഇത് കണ്ട് ഒലീവിയക്ക് ആകെ ദേഷ്യം വരികയാണ്. അപ്പൊ ഞാൻ പോവാതിരിക്കാൻ വേണ്ടി നീ എന്തോ കാണിച്ചു വെച്ചതാണല്ലേ, നീ എന്തെന്നെ കാണിച്ചാലും ശരി ഞാൻ ഇവിടുന്ന് പോകുന്നു പറയാണ്. എന്നാൽ ഒന്നും മനസ്സിലാവാതെ ടിം പറയണ, ഒലീവിയ നീ എന്താ ഈ പറയുന്നത്, എനിക്കറിയില്ല ഇത് എന്താണെന്ന്. ആ ഇതല്ലാതെ പുറത്തേക്ക് പോകാൻ വേറെ വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒലീവിയ അവിടുന്ന് നേരെ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ ടിം ആണെങ്കിൽ ഈ പുറത്തെ കാര്യങ്ങൾ കാണാനായിട്ട് ഒരു ക്യാമറ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ, സോ അതിൽ ആ ഒരു വിഷ്വൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അതുപോലെ ഒലീവിയ ചെന്നിട്ട് ജനലിന്റെ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവിടെയും ഇതുപോലെ തന്നെ കറുത്ത ബ്രിക്സുകൾ. ഇതും കൂടി ആയപ്പോൾ ടിമ്മും ഒലിവിയും രണ്ടുപേരും ആകെ പരിഭ്രാന്തരാവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒലിവിയ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ ചുമരിനിട്ട് ഇടിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ടിമ്മിനോട് ചോദിക്കുന്നുണ്ട്, ടിമ്മെ മതിയാക്ക്, ഇത് നിന്റെ പരിപാടിയാണെങ്കിലും നിർത്തി, എനിക്ക് പേടിയാകുന്നുണ്ട്. എന്നാൽ ടിം എന്ത് പറയാനാ, അവനൊന്നും തിരിയുന്നില്ല. ഒരുമാതിരി എന്തോ പോയ അണ്ണാനെ പോലെ അവനും നിൽക്കുകയാണ്. എന്തായാലും വേഗം തന്നെ ഒലിവിയ ഫോൺ എടുത്തു, സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിച്ച് ഹെൽപ്പ് ചോദിക്കാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സിഗ്നൽ ഉണ്ടോ ഇല്ല. അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്തിട്ട് വാട്സപ്പ് വഴി വിളിക്കാൻ നോക്കുമ്പോൾ വൈഫൈ
വൈഫൈ ഓൺ ആവുന്നില്ല. ആകെക്കൂടി എന്തോ ഒരു വലിയ ട്രാപ്പിൽ പെട്ടുപോയതുപോലെ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലേ മതിയാവുള്ളൂ. ഒലീവിയ എന്താക്കി, അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. ഇതെടുത്ത് കൊണ്ടുവന്ന് ആ ഒരു ചുമരിലിട്ട് നന്നായിട്ട് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു പിന്നുണ്ടല്ലോ, അതിങ്ങനെ ചുട്ടു പഴുക്കല്ലാതെ ചെറിയൊരു സ്ക്രാച്ച് വരെ ആ ഒരു കറുത്ത ചുമരിൽ ഉണ്ടാവുന്നില്ല. പെട്ടെന്ന് തന്നെ ടിം അവളുടെ കയ്യിൽ നിന്നും ആ ഒരു മെഷീൻ മേടിച്ചു. 4 ചുമരിലും ഹോൾ ഉണ്ടാക്കി നോക്കുകയാണ്. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ഈ ഒരു ഡ്രില്ലറിന്റെ ആ ഒരു പിന്ന് മുന്നോട്ടേക്ക് പോകുന്നില്ല. അതായത് ഈ ചുമരിന്റെ ചുറ്റുഭാഗവും ഇതുപോലുള്ള കറുത്ത ബ്രിക്സുകൾ കവർ ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ചുമരിന്റെ ഒരു ഭാഗത്തു നിന്നായിട്ട് ഒരാൾ വിളിക്കുന്ന ശബ്ദം രണ്ടുപേരും കേൾക്കുന്നത്. പിന്നൊന്നും നോക്കിയില്ല, ആ ഒരു ഭാഗത്ത് ഹോൾ ഇടുകയാണ്. ഹോൾ ഇട്ടപ്പോൾ ഹോൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ചുറ്റിക വെച്ച് അത്യാവശ്യം വലിയൊരു ഹോൾ ഇട്ട് നോക്കുമ്പോൾ ഒരു ബോയ് അതുപോലെ തന്നെ ഒരു ഗേൾ, അവര് രണ്ടുപേരും അവരുടെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ എങ്ങനെയാണോ ടിമ്മും ഒലീവിയും പെട്ടുകിടക്കുന്നത് അതുപോലെ പെട്ടുകിടക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ആ ഒരു ചെറുപ്പക്കാരനും ആ ഒരു പെൺകുട്ടിയും പെട്ടെന്നൊരു ആശ്വാസത്തില്, നിങ്ങൾ ഇതുപോലെ പെട്ടുകിടക്കുകയാണോ, ഇതെന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുകയെന്ന് ആ ഒരു ടെൻഷനിൽ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. പെൺകുട്ടിയുടെ പേര് അന്ന, അതുപോലെ തന്നെ ആ പയ്യന്റെ പേര് മാർവിൻ എന്നാണ്. ഇവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. രണ്ടുപേരാണെങ്കിൽ നല്ല ടെൻഷനിലാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടിയോട് ഒലീവിയ പറയുന്നുണ്ട്, പേടിക്കേണ്ട, ഞങ്ങൾ ഇവിടെ ഇല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക്. ഈ നേരത്തെ ഇവർക്ക് ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് പൈപ്പ് തുറന്നു നോക്കിയ സമയത്ത് ഒരു തുള്ളി വെള്ളം വരുന്നില്ല. ഇതുകൂടി ആയപ്പോൾ ഒലീവിയക്ക് പ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ടിം പറയാണ്, ഒന്ന് കാമാവ്, ഇതൊരു ഗെയിം പോലെ നമ്മൾ കാണണം. എത്ര ടഫുള്ള ഒരു ഗെയിം ആണെങ്കിലും രക്ഷപ്പെടാനായിട്ട് ഒരു പഴുത് അതെവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. ഇത് കേട്ട സമയത്ത് ഒലീവിയക്ക് ചൊറിഞ്ഞു കയറി അങ്ങ് വന്നു കേട്ടോ. ഒലീവിയ പറയാണ്, നിനക്ക് എപ്പോ നോക്കിയാലും ഗെയിം ഗെയിം ഗെയിം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, നീ ആ ഒരു ഗെയിം വിട്ടു ഒന്ന് റിയാലിറ്റിയിലേക്ക് വാ. ഇപ്പൊ ടിം പറയണ, ഒലീവിയ നീ പേടിക്കണ്ട, നമ്മുടെ ബിൽഡിങ്ങിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം കവർ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ഇത് കാണുമല്ലോ, നമ്മളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല. ഇപ്പൊ ഒലീവിയ പറയണ, ആര് കാണാനാണ്, ഈ ബിൽഡിങ്ങിന്റെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ പുറംഭാഗം മുഴുവനായിട്ടും പ്ലാസ്റ്റിക് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ചുറ്റും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാർ കാണാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞല്ലേ നമുക്ക് പാരീസിലേക്ക് പോവാന്ന്, എന്റെ കൂടെ വന്നായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ പെട്ട് കെടുക്കുകയായിരുന്നു. ഇനി നിന്റെ കൂടെ ഞാൻ ജീവിക്കില്ല, എനിക്ക് ജീവിക്കണ്ട. ഇതും പറഞ്ഞ ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ ടീമും പറയണ, പോയിക്കോ, പോ, നീ ഇല്ലെങ്കിൽ എന്താ, എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ പറ്റും. ഇതും പറഞ്ഞ് ടീം കയ്യിലുണ്ടായിരുന്ന ഫോൺ ഒരൊറ്റ ഏറിയാണ്. എന്നാൽ ആ എയറിൽ ഫോണ് ചിന്നിച്ചിതറി അതിന്റെ ചെറിയൊരു മെറ്റൽ പീസ് പോയിട്ട് ആ ഒരു ചുമരിൽ ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ ടിം അങ്ങോട്ടേക്ക് പോയിട്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ ഒലീവിയ ഒരു ചായ ഗ്ലാസുമായിട്ട് വന്നിട്ട് സോറി ദേഷ്യത്തിൽ പറഞ്ഞാണ്. എന്നാൽ ടിം അതിലൊന്നുമല്ല ഇപ്പൊ ശ്രദ്ധിക്കുന്നത്. ഫോണ് പൊട്ടിയപ്പോൾ ഒരു മെറ്റൽ പീസ് പോയിട്ട് ആ ഒരു ചുമരിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, അതിലേക്കാണ് നോക്കുന്നത്. അതിനർത്ഥം ഇതൊരു കാന്തിക ശക്തിയുള്ള ഒരു തരം ഒരു മെറ്റീരിയൽ ആണ്. പെട്ടെന്ന് തന്നെ ടിം അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്പൂണ്, അവിടെ ഉണ്ടായിരുന്ന അല്ലറ ചില്ലറ ഈ മെറ്റലിന്റെ സാധനങ്ങൾ, ഇതെല്ലാം അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു നോക്കുകയാണ്. ശരിയാണ്, ആ ചുമരിന് ഒരു തരം ഒരു കാന്തിക ശക്തി ഉണ്ട് കേട്ടോ. കാരണം ഈ മെറ്റൽ പീസ് മുഴുവനായിട്ടും ഒട്ടിക്കിടക്കുകയാണ്. എന്നാൽ അതിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഈ കാന്തിക ശക്തി വളരെയധികം പവർഫുൾ ആയിട്ടുണ്ട് തോന്നുന്നു. കാരണം ഒരു നേരത്ത് ഈ ഒട്ടി നിൽക്കുന്ന എല്ലാ വസ്തുക്കളും ഒരു ഭാഗത്തേക്ക് വന്ന് കൂടി നിൽക്കുകയാണ്. അതിനു പുറമെ ഇതെല്ലാം കൂടി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ടിമിന് അപ്പൊ തന്നെ മനസ്സിലായി എന്തോ ഒന്ന് സംഭവിക്കാൻ പോവാന്ന്. ഒട്ടും ആലോചിച്ചില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒലിവിയും പിടിച്ച് അവൻ ഒറ്റ തിരിയലാണ്. അതേ നേരം തന്നെ ചുമരിലുണ്ടായിരുന്ന, അതായത് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ മെറ്റൽ പീസ് മുഴുവനായിട്ട് തെറിച്ചു വരികയാണ്. അത് മുഴുവൻ ടീമിന്റെ പുറത്ത് വന്ന് തട്ടുന്നുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് ഒലിവിയ രക്ഷപ്പെട്ടു. പിന്നീട് പുറത്ത് കയറി നിൽക്കുന്ന ആ ഒരു മെറ്റൽ പീസ് എല്ലാം ഒലിവിയ തന്നെ ഊരിയെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ബാൻഡേജ് എല്ലാം ഒട്ടിക്കുന്നുണ്ട്. ഈ നേരത്ത് തൊട്ടപ്പുറത്ത് ആ ഒരു മുറിയിൽ നിന്നും നേരത്തെ ഇവരോട് സംസാരിച്ച മാർവിൻ, അന്ന, അവരുടെ ആ ഒരു മുറിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ടിമ്മും ഒലീവിയും അങ്ങോട്ടേക്ക് പോവാണ്. നോക്കുമ്പോൾ എന്തൊക്കെയോ ഒച്ചയും ബഹളം കേൾക്കുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് പോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും കാണുന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള ബഹളം. ഇവരൊന്നും നോക്കിയില്ല. ആ ഒരു ചെറിയ ഹോള് അടിച്ച് പൊളിച്ച് വലിയൊരു ഹോളാക്കി പെട്ടെന്ന് തന്നെ ആ ഒരു മുറിയിലേക്ക് കിടക്കുകയാണ്. പിന്നീട് അതിന്റെ ആ ഒരു ഡോറിന്റെ ഭാഗം നോക്കുന്ന സമയത്ത് ടിമ്മിന്റെയും ഒലീവിയുടെയും ആ ഒരു അപ്പാർട്ട്മെന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇതിന്റെ ചുറ്റും കറുപ്പ് നിറത്തിലുള്ള എന്തോന്ന് കവറായി നിൽക്കുന്നുണ്ട്. അതിനും പുറമെ ഒലീവിയ നോക്കുമ്പോൾ നിലത്ത് ബ്ലഡ് കാണാണ്. അവളാകെ പേടിച്ചുപോയി. വേഗം അപ്പുറത്തെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന അന്നയാണ് ഒലീവിയ കാണുന്നത്. സോ വേഗം തന്നെ അവളെ എഴുന്നേൽപ്പിച്ച് വാ, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. ഇതേ നേരം തന്നെ അന്നയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ മാർവിന്, ഒരുമാതിരി പ്രാന്തനെ പോലെ ടിമ്മിന് നേർക്ക് ചാടി വീഴുകയാണ്. മാത്രമല്ല എന്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ആരാന്ന് പറഞ്ഞിട്ട് ഇവരെ ആക്രമിക്കാൻ വന്നപ്പോൾ ഒലീവിയ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ അതെടുത്ത് അവന്റെ മുഖത്തേക്ക് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നീറി നിലവിളിച്ച് അവൻ താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ അന്ന പറഞ്ഞു, നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നേ? അപ്പൊ ഒലീവിയ പറഞ്ഞു, അല്ല അവൻ നിന്നെ അപ്പൊ ഉപദ്രവിച്ചില്ലേ? അവനോ എന്നെയോ? ഇന്നേ വരെ എന്നെ ഒന്ന് തൊട്ട് നോവിച്ചിട്ടില്ല അവൻ. അപ്പോൾ നിലത്ത് കാണുന്ന ബ്ലഡ് എന്താന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാൻ വേണ്ടി അവൻ തന്നെ വടിയും കമ്പെല്ലാം എടുത്ത് അടിച്ചിട്ട് അവന്റെ കൈ മുറിഞ്ഞ രക്തമാണത്. എന്തായാലും തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ടീമിയും ഒലീവിയും കൂടെ രണ്ടുപേരെയും കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ഈ ചെറുക്കനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഒരുമാതിരി എന്തൊക്കെയോ മരുന്നൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നൊരു വടിയെടുത്ത് ടീമിനെ അടിക്കാനൊക്കെ വന്നത്. പക്ഷേ അന്നെ ഭയങ്കര ഇഷ്ടമാണ് ടീം മാർവിന്. അതുകൊണ്ട് തന്നെ അവളുടെ മടിയിലും തല വെച്ച് അവനങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ടിം ഒരു രക്ഷാമാർഗം എന്നോണം അവന്റെ
അവന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റർ ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇനിയെങ്ങാനും ഈ സാധനം എന്തൊക്കെയോ അടിച്ച് കയറ്റിയിട്ടുണ്ടല്ലോ, അതിന്റെ ആ ഒരു കഴപ്പിൽ അവനെ ഉപദ്രവിക്കാൻ വന്നാലോ, അപ്പൊ ഒരു സേഫ്റ്റിക്ക് അവന്റെ കൈ ഒന്ന് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അവരോട് അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ടീം ഒറ്റയ്ക്ക് തന്നെ മാർവിന്റെയും മന്നയുടെയും ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. ആ റൂമിലേക്ക് പോയിട്ട് എന്തെങ്കിലും സംഭവം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ അപ്പാർട്ട്മെന്റിലേക്ക് പോയപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇങ്ങോട്ടേക്ക് ആരും കയറാൻ പാടില്ല എന്നൊരു റൂം കാണുന്നുണ്ട്. സോ ടീം അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുകയാണ്. പോയപ്പോൾ ഇരുട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട്. എന്നാൽ ലൈറ്റ് ഓൺ ആക്കിയ അതേ നേരം തന്നെ ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് ആ ഒരു കറുത്ത ചുമര് അത് തനിയെ രൂപപ്പെട്ട് വരുന്നുണ്ട്. എന്നാൽ ടിം അത് കാണുന്നില്ല. ചിലപ്പോ ലൈറ്റ് ഓൺ ആകുമ്പോഴാണോ ഇത് ഉണ്ടായി വരുന്നത്? ഇനിയിപ്പോ ലൈറ്റ് ഓഫ് ആക്കിയാൽ ഈ ഒരു ഡോറ്, അതായത് ഈ ഒരു ചുമര് ഇല്ലാണ്ടാവുമോ അറിയില്ല. എന്തായാലും ടിം അത് കണ്ടിട്ടില്ല. എന്തായാലും അവിടെ വെച്ച് അവന് വലിയൊരു കോടാലി കിട്ടുകയാണ്. ഇത് ഉപയോഗിച്ച് ആ ഒരു ചുമര് പൊളിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അപ്പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഇത് കണ്ട സമയത്ത് മാർവിൻ പറയാണ്, ആശാനെ അതൊന്നും ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ കുറെ നോക്കിയതാ. എന്നാൽ അതൊന്നും കേൾക്കാതെ ടിം ഇപ്പൊ പോയിട്ട് നല്ല വെട്ടുന്നുണ്ട്. എവിടെ ചുമരിൽ ഒരു സ്ക്രാച്ച് വരെ ഉണ്ടാവുന്നില്ല. അപ്പൊ മാർവിൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലാന്ന്. ഇത് കേട്ട ടീമിന് ദേഷ്യം വരികയാണ്. നീ മിണ്ടാതിരിക്കടാ, നേരത്തെ എന്നെ കൊല്ലാൻ വന്നവനാ. നീ എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോ മാർവിൻ പറയാണ്, കൊല്ലാൻ വന്നോ? ഞാനോ? എപ്പോ? ഇപ്പൊ മാർവിന്റെ ഗേൾഫ്രണ്ട് തന്നെ പറയാണ്, കുരിപ്പെ മിണ്ടാതിരുന്നു. കുറച്ചു മുന്നേ ആ മരുന്ന് അടിച്ചു കയറ്റിയിട്ട് നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് നിനക്ക് തന്നെ യാതൊരു ബോധവുമില്ല. അതുകൊണ്ട് വായും പൂട്ടി ഒരു ഭാഗത്ത് എന്റെ പൊന്നുമോനൊന്ന് അടങ്ങിയിരുന്നാ മതി എന്ന് പറയാണ്. എന്തായാലും ഇതേ നേരം തന്നെ ഒലീവിയ ടീമിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും വെറുതെ ഈ 4 ചുമര് അടിച്ചു പൊളിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇനി പൊളിക്കേണ്ടത് നമ്മുടെ ഫ്ലോറാണ്. ഫ്ലോർ ഇങ്ങനെ പൊട്ടിച്ച് പോവുകയാണെങ്കിൽ ചിലപ്പോ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാൻ പറ്റും. പക്ഷെ ടിമ്മ് ചോദിക്കുന്നത് എങ്ങനെ കിടക്കാൻ പറ്റും? ആ സമയത്താണ് ഒലീവിയ ഒരു കാര്യം പറയുന്നത്. അതായത് ടിമ്മെ, നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് വളരെയധികം പഴക്കമുള്ളതാണ്. ഈ 2ാം ലോക മഹായുദ്ധകാലത്തായിട്ട് ഉണ്ടാക്കിയതായി തോന്നുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ ഭൂമിക്കടിയിലായിട്ട് ഒരുപാട് ടണലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കവാറും ഈ ബിൽഡിങ്ങിന്റെ അടിയിലും ടണലുകൾ ഉണ്ടാവും, പഴയ ബിൽഡിംഗ് അല്ലേ. സോ നമ്മളിങ്ങനെ ഓരോ ഫ്ലോറും പൊളിച്ച് താഴേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു ടണലിലേക്ക് നമുക്ക് എത്താൻ പറ്റിയാൽ ആ ടണൽ വഴി നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുമല്ലോ. ഇത് നല്ലൊരു ആശയമായിട്ട് ഇവർക്ക് തോന്നുകയാണ്. അങ്ങനെ വീടിന്റെ ഫ്ലോർ ഉണ്ടല്ലോ ഇവര് തല്ലി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് പക്കാ കോൺക്രീറ്റ് ഒന്നുമല്ല. അതിന് പകരം മറ്റൊരു മെറ്റീരിയൽ വെച്ചാണ് ഇതിന്റെ ആ ഒരു ഫ്ലോറെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അടിച്ചു പൊളിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടിച്ചു പൊളിച്ച് തൊട്ട് താഴെയുള്ള അപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ ടിമ്മ് വന്ന് ഇറങ്ങുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായതോ നല്ല പ്രായം ഉണ്ടായിരുന്ന ഒരു അപ്പാപ്പനാണ്. വീട്ടിലേക്ക് എന്തോ കക്കാൻ വന്ന കള്ളനാണെന്ന് കരുതിയിട്ട് അപ്പാപ്പൻ എന്ത് ചെയ്തു, ഒരു ഗണ്ണ് എടുത്ത് ടിമ്മിന് നേരെ ചൂണ്ടിയിട്ട് പറയാണ്, എവിടുന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കയറിക്കോ. ഈ അപ്പാപ്പന്റെ പേര് ഓസ്വാട്ട് എന്നാട്ടോ. എന്തായാലും മുകളിലുണ്ടായിരുന്ന ഒലീവി ഇപ്പോ അപ്പാപ്പനെ, അതായത് ഓസ്വാട്ടിനെ നോക്കിയിട്ട് പറയാണ്, സാർ പ്ലീസ് ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്, രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. നിങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ താഴ്ഭാഗം പൊളിച്ച് ഇനിയും താഴേക്ക് പോയാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതേ നേരം തന്നെ ഓസ്വാട്ടിന്റെ പേരക്കുട്ടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ ആ ഒരു പേരക്കുട്ടി പറയുന്നുണ്ട്, അപ്പാപ്പ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമല്ലേ, നമുക്ക് എന്താന്ന് വെച്ചാൽ അവരുടെ കൂടെ നിൽക്കാന്ന് പറയാണ്. അപ്പൊ ഓസ്വാട്ട് പറയണം, മോളെ ഇവരാരെയും വിശ്വസിക്കേണ്ട. ചിലപ്പോ ഇവിടെയുള്ള ഭക്ഷണമോ വെള്ളം എടുക്കാനുള്ള ഇവരുടെ തന്ത്രമായിരിക്കും ഇത്. എന്നെയും മോളെയും കൊന്നിട്ട് ചിലപ്പോ ഇവരത് എടുത്തിട്ട് പോയാലോ. ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയണ, ഇല്ല അപ്പാപ്പ, എല്ലാവരും രക്ഷപ്പെടാൻ നോക്കില്ലേ, അതിന്റെ ഇടയിൽ ആരിങ്ങനെയൊക്കെ ചെയ്യാനാ. മാത്രമല്ല ഒലീവിയും മഞ്ഞയെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് ഓസ്വാട്ടിനെ. അങ്ങനെ അവസാനം ഓസ്വാട്ട് സമ്മതിച്ചു. അയാളുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് അവരോട് ഇറങ്ങി വരാൻ പറയാണ്. അങ്ങനെ നമ്മുടെ മാർവിനും ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് അവന്റെ കയ്യിൽ ആ ഒരു കെട്ട് ഓസ്വാട്ട് കാണുന്നുണ്ട്. ഇതെന്താ ഇവന്റെ കയ്യിൽ എന്താ ഇങ്ങനെ ഒരു കെട്ട്? അപ്പൊ ടിമ്മു പറയാണ്, ആളൊരു ഇച്ചിരി മരുന്ന് അടിച്ചിട്ടുണ്ട്. അപ്പൊ ബോധമില്ലാതെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അവന്റെ കൈ കെട്ടിവെച്ചതാണ്. അങ്ങനെയാണോ? ഇപ്പൊ ഓസ്വാട്ട് അപ്പൂപ്പൻ ഗണ്ണെടുക്കാണ്. അവന് നേരെ ചൂണ്ടുന്നുണ്ട്. എന്തെങ്കിലും തെണ്ടിത്തര അവിടെ വെച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ഞാൻ പൊട്ടിക്കുന്നു പറയണം. മാർവിൻ ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം അപ്പാപ്പന്റെ ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ അവിടെയും ഇവര് ഹോൾ ഇടാൻ തുടങ്ങുകയാണ്. ഈ നേരത്ത് ഒലീവിയ ഈ ഓസ്വാട്ടിന്റെ പേരക്കുട്ടി ഉണ്ടല്ലോ അവളുടെ അടുത്ത് പോയിരുന്ന് അവളോട് കമ്പനി ആവാൻ ശ്രമിക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ കാര്യമായിട്ട് ആർക്കോ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒലീവിയ പറയണ, ഒരു കാര്യമില്ല, ഒരു മെസ്സേജും പോയില്ല. അത് കേട്ട് ആ ഒരു പെൺകുട്ടി ആകെ വിഷമത്തിലാവുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ആർക്കാ നീ മെസ്സേജ് അയക്കുന്നതെന്ന് ആ ഒരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ എന്റെ ഗേൾ ഫ്രണ്ടിനാണ്, മാത്രമല്ല അവൾ എന്റെ പാർട്ട്ണർ കൂടിയാണ്. അതായത് ആ ഒരു കുട്ടി ലെസ്ബിയൻ ആണ് കേട്ടോ. അവർ തമ്മിൽ എന്തോ വഴക്കുണ്ടായിട്ട് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനൊക്കെയാണ് ഇപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക്. അപ്പൊ ഒലീവിയ ചോദിക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഈ കറുത്ത ചുമരുണ്ടല്ലോ ഇതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? ഇതെങ്ങനെ ഉണ്ടായത്? ഇത് എവിടുന്നാ വന്നത്? ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയാണ്, ചേച്ചി എനിക്കൊന്നും അറിയില്ല, നിങ്ങളെപ്പോലെ തന്നെ. യെസ്, ഇവരെ പോലെ തന്നെ ട്രാപ്പായി കിടക്കുകയല്ലാതെ ഇതിനെക്കുറിച്ച് ആർക്കും നിലവിൽ യാതൊരു ധാരണയില്ല. ഇതേ നേരം അവിടെ ഹോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ടിമ്മിന് ഒരു കാര്യം കിട്ടുകയാണ്. ഒരു ചെറിയൊരു മിഷീന്, അതായത് ഈ തീപിടുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സെൻസർ. വേഗം തന്നെ അവൻ ആ ഒരു സെൻസർ എടുത്ത് നോക്കുകയാണ്. അതിനുള്ളിൽ വെച്ച് അവന് ചെറിയൊരു ക്യാമറ കിട്ടുന്നുണ്ട്. ഓസ്വാട്ട് അപ്പൂപ്പന്റെ റൂമിൽ നിന്നല്ലേ ഇത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അപ്പൂപ്പനോട് നിങ്ങളാണോ ഈ ഒരു ക്യാമറ ഇതിന്റെ ഉള്ളിൽ വെച്ചെന്ന് ചോദിക്കുമ്പോൾ, അല്ല മോനെ ഞാനല്ല, ഈ സെൻസർ ഇവിടെ വെച്ചത് തന്നെ ഈ ബിൽഡിങ്ങിന്റെ ഓണറാണ്. പിന്നെയും അവിടെ ചുറ്റും പരിശോധിച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള സെൻസറുകൾ കിട്ടുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലും ക്യാമറ കാണുകയാണ്. പെട്ടെന്ന് എല്ലാവരുടെ ഉള്ളിലും ഒരു പേടി കൊടുക്കുകയാണ്. അതായത് ലോകം മുഴുവൻ ഇപ്പൊ ഭയങ്കരമായിട്ട് ഫേമസ് ആയി കിടക്കുന്ന ഒരു ഗെയിം ആണല്ലോ, അല്ലെങ്കിൽ ഒരു ഷോ ആണല്ലോ, സ്ക്വിഡ് ഗെയിം. അപ്പൊ അതുപോലെ ഇവരാരോ ട്രാപ്പ് ചെയ്തിട്ട് ഇവർ കഷ്ടപ്പെടുന്നത് ഈ ക്യാമറ വഴി അവർ കാണുമായിരിക്കുമോ? എന്തായാലും സെൻസറിന്റെ ഉള്ളിൽ ഇതുപോലെ ക്യാമറ വെച്ചിട്ടുണ്ടാവുക ആ ഒരു ബിൽഡിംഗ് ഓണർ തന്നെയായിരിക്കും. എന്തായാലും അയാളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഇവർക്ക്
ഇതുവഴി പോകാൻ കഴിയും. പതിയെ ഈ കിച്ചന്റെ ഭാഗത്തെ ചുമരെല്ലാം അടിച്ചു പൊളിച്ച് ഇവര് നേരെ ഈ ഒരു ഓണർ ഉണ്ടല്ലോ ഇയാളുടെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ആ ഒരു ഓണറുടെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ ആകെ സൈലന്റ് ആണ്, അവിടെ ആരും കാണാനില്ല. മാത്രമല്ല ഇവരുടെയൊക്കെ റൂമിൽ കാണുന്ന ആ ഒരു ബ്ലാക്ക് ആ ഒരു കവറിങ് അല്ലെങ്കിൽ ആ ഒരു കവചം ഇവിടെയും ഉണ്ട്. പിന്നീട് അയാളുടെ ഒരു അപ്പാർട്ട്മെന്റിൽ വിശദമായിട്ട് പരിശോധിച്ച സമയത്ത് ഒരു കാര്യം കണ്ട് ഇവരാകെ ഞെട്ടിപ്പോവാണ്. അതായത് ഇതുപോലുള്ള ആ ഒരു ബ്ലാക്ക് ഷീൽഡ് ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗത്തായിട്ട് 2 കൈയില്ലാതെ മരിച്ചു കിടക്കുന്ന ഈ ഓണറെ ഇവർ കാണുകയാണ്. എല്ലാവരും ആകെ ഭയന്നുപോയി. പ്രത്യേകിച്ച് ഒലീവിയ ഭയങ്കര പാനിക്കായ സമയത്ത് ടിമ്മാണ് പേടിക്കുന്നു വേണ്ട കൂളാവ്, നിങ്ങൾ എന്തായാലും അപ്പുറത്ത് പോയിരിക്കുന്നു പറഞ്ഞിട്ട് ടിം വേഗം അവരെ അപ്പുറത്തെ മുറിയിലേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. ഇതിനുശേഷം മരിച്ചു കിടക്കുന്ന ആ ഒരു ബിൽഡിംഗ് ഓണർ ഉണ്ടല്ലോ ഇയാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ടിമ്മിന് ഇയാളുടെ ഫോൺ കിട്ടുകയാണ്. ആ ഫോൺ പരിശോധിച്ച സമയത്ത് ഈ ഒരു കറുത്ത വാളുണ്ടല്ലോ ഇതിന്റെ ഫോട്ടോസ് ഇയാൾ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, ഇനിയിപ്പോ ചോദിക്കാനും പറ്റൂ, ഇയാൾ മരിച്ചു കിടക്കുകയല്ലേ. എന്തായാലും ഒരു പിടുത്തവും കിട്ടാത്തതുകൊണ്ട് അടുത്ത ഫ്ലോറിലേക്ക് പോകാനുള്ള പ്ലാൻ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ ഓസ്വാർഡിന്റെ അയൽവാസിയാണല്ലോ അപ്പാർട്ട്മെന്റ് ഓണർ. അപ്പൊ അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലിയ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ ഡൈവേർട്ട് ചെയ്യാണ്. അതായത് അപ്പൂപ്പിന് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾക്കുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്തിനാണാവോ ലിയ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അത് യാദൃശ്ചികമായിട്ട് നമുക്കോ അല്ലെങ്കിൽ ഈ ചോദിച്ച ടിമ്മിന് തോന്നിയതായിരിക്കാം. അതുപോലെ അവിടുത്തെ ഒരു ന്യൂസ് പേപ്പർ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് സിനിമയുടെ ആരംഭത്തിൽ നമ്മളൊരു ഇൻസിഡന്റ് കണ്ടായിരുന്നു, എവിടെയോ വലിയൊരു തീപിടുത്തം, ആ തീപിടുത്തം അണയ്ക്കാൻ വേണ്ടി പോകുന്ന ഈ ഫയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററൊക്കെ അതൊക്കെ ന്യൂസ് ആയിട്ട് പത്രത്തിലുണ്ട്. സോ ആ പത്രവാർത്ത ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ മാർവിൻ ഉണ്ടല്ലോ അടുത്ത ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലോർ നല്ല കനത്തിലുള്ള ഒരു ചുറ്റിയെടുത്ത് അടിക്കുന്നുണ്ട്. ഈ കനത്തിലുള്ള അടി ആയതുകൊണ്ട് തന്നെ ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് പൊളിഞ്ഞ് താഴേക്ക് വീഴാണ്. കൂട്ടത്തിൽ ഈ മാർവിനും ഗേൾഫ്രണ്ട് ആയിട്ടുള്ള അന്നയും അതുപോലെ തന്നെ നമ്മുടെ ടിമ്മും കൂടെ താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഒലീവിയ ഒരു ഗോവണി എടുത്ത് താഴേക്ക് ഇറങ്ങി പോവാണ്. അതുപോലെ തന്നെ അപ്പൂപ്പനായിട്ടുള്ള ഓസ്വാട്ട് ലിയ രണ്ടുപേരോട് ഇറങ്ങി വരാൻ പറയുമ്പോൾ ഓസ്വാട്ടിന് എന്തോ പേടിയുള്ളതുപോലെ പിന്നീട് ലിയ തന്നെ അപ്പാപ്പ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല നമുക്ക് താഴേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിൽ അപ്പാപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി താഴേക്ക് വരികയാണ്. ഇതേ നേരം തന്നെ താഴത്തെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആള് അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. നിങ്ങളൊക്കെ ആരാ, എന്തിനാ റൂഫ് വിളിച്ച് താഴേക്ക് വന്നത് എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവരോട് ഈ ചോദിക്കാൻ വന്ന ആളുണ്ടല്ലോ ഇയാളുടെ പേര് യൂറി എന്നാണ്. അപ്പോ ഈ യൂറിയോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. കാരണം ഈ റൂമിന്റെ ഉടമസ്ഥൻ വേറൊരാളാണ്, ആന്റണി എന്നാണ് അയാളുടെ പേര്. സോ ആ ആന്റണിയുടെ കൂട്ടുകാരനാണ് ഞാനെന്ന് യൂറി ഇപ്പൊ അവരോട് പറയാണ്. അതിൽ എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്, എന്താ നിങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞപ്പോൾ ടിം കാര്യങ്ങൾ പറയാണ്. അതായത് ഫുള്ളായിട്ട് കവറായിരിക്കുകയാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഓരോ ഫ്ലോറും പൊളിച്ച് നമ്മളങ്ങനെ താഴേക്ക് പോവുകയാണ്. ഇത് കേട്ട സമയത്ത് യൂറി പറയണം, നിങ്ങൾ എന്ത് മണ്ടത്തരം ഈ കാണിക്കുന്നത്, നിങ്ങൾ ഈ ഒരു ചുമരൊന്ന് നോക്കിയേ, ഇതെന്തായാലും ഇതൊരു സാധാരണ വസ്തു കൊണ്ട് ഉണ്ടാക്കിയതല്ല, അതുപോലെ തന്നെ ഇതൊരു പ്രൊട്ടക്ഷൻ ആണ്. പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഗവൺമെന്റ് തന്നെ ചെയ്തൊരു കാര്യമാണെങ്കിലോ. അതായത് ഇതുവരെയും ആരും പറയാത്തൊരു കാര്യം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ യൂറി പറയുന്നത്. എന്നെ ഇതൊന്നും കേൾക്കാതെ ഒലീവിയ ചോദിക്കുകയാണ്, അതൊക്കെ പോട്ടെ നിന്റെ സുഹൃത്തുണ്ടല്ലോ ആന്റണി, അതായത് ഈ അപ്പാർട്ട്മെന്റിന്റെ ഓണർ, അവനവിടെ പോയി. ഇതേ നേരം തന്നെ എല്ലാവരെയും കൂട്ടിയിട്ട് ഈ യൂറി അപ്പുറത്തെ റൂമിലേക്ക് പോവാണ്. ബെഡിൽ കിടക്കുന്ന ഈ ആന്റണിയെ കാണിച്ചു കൊടുക്കുകയാണ്. ആള് മരിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ മരിച്ചതെന്ന് ചോദിച്ച സമയത്ത് അവന്റെ ഹൃദയത്തിന് എന്തോ ഒരു പ്രശ്നം വന്ന സമയത്ത് ശസ്ത്രക്രിയ ചെയ്തിട്ട് ഒരു ഇലക്ട്രോണിക്കൽ ഡിവൈസ് ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഒരു വാളിന്റെ അടുത്തേക്ക് അവൻ പോയ സമയത്ത് ആ ഡിവൈസ് സ്റ്റോപ്പായി, അങ്ങനെ അറ്റാക്ക് വന്നിട്ടാണ് ആന്റണി മരിച്ചത്. കേട്ടപ്പോൾ തന്നെ ആ ഒരു കാര്യത്തിൽ ടിമ്മിന് വിശ്വാസം വന്നു. കാരണം ടിം അവന്റെ ആ ഒരു ഫോൺ എറിഞ്ഞ് പൊളിച്ചപ്പോൾ അതിന്റെ ആ ഒരു മെറ്റൽ പീസ് പോയിട്ട് ആ ഒരു വാളിൽ ഒട്ടിപ്പിടിച്ചല്ലോ. സോ അതിനെന്തോ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു യൂറി പറഞ്ഞത് സത്യം തന്നെയായിരിക്കും. എന്തായാലും ഇവരുടെ പരിപാടി നോക്കുകയാണ്, അതായത് ഫ്ലോർ പൊളിച്ച് താഴേക്ക് പോകാൻ നോക്കുകയാണ്. എന്നാൽ ഈ ഒരു പരിപാടിയെ വീണ്ടും പൂർണ്ണമായിട്ട് തന്നെ യൂറി എതിർക്കുന്നുണ്ട് കേട്ടോ. പോകണ്ട, അത് അബദ്ധമാണ്. എന്നാൽ ടിമ്മും അതുപോലെ തന്നെ മാർവിനും എന്തായാലും ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന പരിപാടിയില്ല. ഈ റൂമിന്റെ അതായത് അപ്പാർട്ട്മെന്റിന്റെ ഓണർ നേരത്തെ മരിച്ചു കിടക്കുന്ന കണ്ടല്ലേ, ആ അവസ്ഥ ആർക്കും വരരുത്, എല്ലാവർക്കും രക്ഷപ്പെടണം, അതിനുള്ള മാർഗം നമ്മൾ തന്നെ നോക്കണം. സോ ആ ഒരു ഫ്ലോർ ഇവർ പൊളിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ അപ്പാപ്പന്റെ പേരക്കുട്ടി ഉണ്ടല്ലോ ലിയ, അവള് മാത്രം ആ മരിച്ചു കിടക്കുന്ന ആന്റണിയുടെ ആ റൂമിൽ അങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് അവിടെ വെച്ച് ചില പേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. അതിലെന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ ആന്റണി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അധികം മനസ്സിലാകാത്ത എന്തൊക്കെയോ കോഡുകൾ. അത് അവൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ യൂറി പറയാണ്, നീ പോകുന്നില്ലേ, പോവാണെങ്കിൽ നന്നായിട്ട് സൂക്ഷിച്ചു പോകണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ലിയും അവിടുന്ന് പോവാണ്. അങ്ങനെ അവസാനം അവർ ആ ഒരു ഫ്ലോർ പൊളിച്ച് അതിന്റെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ഏറ്റവും അവസാനത്തേത്, അതായത് ആ ഒരു വലിയ ബിൽഡിങ്ങിന്റെ ബേസ്മെന്റിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. എന്തായാലും പിന്നീട് വേഗം തന്നെ ഈ ബേസ്മെന്റിന്റെ പല ഭാഗത്തായിട്ട് ടണലുകൾ ഉണ്ടാവുമല്ലോ, പഴയ ബിൽഡിംഗ് അല്ലേ. അങ്ങനെ ആ ഒരു ടണലുള്ള ഭാഗത്തേക്ക് ഇവർ ഓടിച്ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ ഒരു വലിയ ഇരുമ്പിന്റെ ഡോറൊക്കെ ഉണ്ട്, പഴയ കമ്പി കൊണ്ട് നല്ല ഭദ്രമായിട്ട് അത് നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇവര് വേഗം അത് തുറക്കുകയാണ് കേട്ടോ. എന്നാൽ തുറന്ന സമയത്ത് എല്ലാവരും വീണ്ടും ആകെ ഷോക്കായി പോകുന്നുണ്ട്. കാരണം ഇതുവഴി കടക്കാനായിട്ട് വഴിയൊന്നുമില്ല. ഇവിടെയും അതുപോലെ തന്നെ ആ ഒരു കറുത്ത സാധനം മൂടിക്കിടക്കുകയാണ്, ആ കറുത്ത കട്ടകൾ, അതായത് ബ്രിക്സ്. ഇത് കണ്ട് ആകെ പ്രാന്തായി പോയ മാർവിൻ ഉണ്ടല്ലോ, ഈ അപ്പാപ്പന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് മേടിച്ച് ഈ ചുമരിലേക്ക് ഒരു 4-5 തവണ ഒരൊറ്റ വെടിവെക്കലാണ്. എന്നാൽ പിന്നീട് സംഭവിച്ചത് കണ്ട് ഇവരെല്ലാവരും ആകെ ഷോക്കായി പോവാണ്. ആ ഒരു ഗണ്ണിൽ നിന്ന് വന്ന ബുള്ളറ്റ് ഉണ്ടല്ലോ, അത് ആ ഒരു ചുമരിൽ തട്ടാതെ അതിന്റെ തൊട്ടടുത്ത് പോയി നിൽക്കുകയാണ്. ഇനി അടുത്ത നിമിഷം എന്താ സംഭവിക്കാന്ന് ടിമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ടിം പറയാണ്, എല്ലാവരും വേഗം താഴെ ഇരിക്കുന്നു. അപകടം മനസ്സിലായി
എല്ലാവരും പെട്ടെന്ന് തന്നെ കുഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടുത്ത നിമിഷം തന്നെ ബുള്ളറ്റ് എല്ലാം തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറ്റി. ബാക്കിയുള്ള എല്ലാവരും ചെറുപ്പക്കാരാണ്, എല്ലാവർക്കും പെട്ടെന്ന് കുഞ്ഞിരിക്കാൻ പറ്റി. എന്നാൽ പാവം നമ്മുടെ ഓസ്വാൾഡ് അപ്പൂപ്പൻ, അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയില്ല. അതിലൊരു 2-3 ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളച്ചു കയറുകയാണ്. വേഗം തന്നെ ലീ ഓടി ചെന്നിട്ട് അപ്പൂപ്പനെ മടിയിൽ ഇരുത്തുകയാണ് കേട്ടോ. അധികം വൈകാതെ തന്നെ ആ ഒരു മനുഷ്യൻ പിടഞ്ഞു മരിക്കുകയാണ്. അത് നോക്കി ദയനീയമായിട്ട് കരയാൻ മാത്രമേ ആ ഒരു പെൺകുട്ടിക്ക് പറ്റിയുള്ളൂ. നമ്മുടെ മാർവിനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അവൻ കാരണമാണല്ലോ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത്. ഇനി എന്തായാലും ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ യൂറിയുടെ അടുത്തേക്ക് ഇവരെല്ലാവരും പോകുന്നുണ്ട്. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും നമ്മൾ മാത്രം ഇതുപോലൊരു ട്രാപ്പിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്നത്? അതിന് വ്യക്തമായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമോ? ഇപ്പൊ അന്നെ തന്നെ പറയാണ്, ചെറിയ പ്രായത്തിൽ ഞാൻ വലിയൊരു അപകടത്തെ നേരിട്ട് കണ്ടതാണ്. അതായത് മരണം മുന്നിൽ കണ്ട് തിരിച്ചു വന്ന ആള്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ സമയത്ത് ചെറിയ പെണ്ണായിട്ടുള്ള ലിയ പറയാണ്, 2-3 വർഷം മുന്നേ എന്റെ അമ്മ ക്യാൻസർ വന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഞാനും എന്റെ അപ്പൂപ്പനൊക്കെ ഒരുപാട് അനുഭവിച്ചായിരുന്നു. ഇതിനുശേഷം യൂറി എന്ന് പറഞ്ഞ ആ ആള് സംസാരിക്കുകയാണ്. അയാൾ പറയാണ്, എനിക്കുണ്ട് ഒരുപാട് അനുഭവങ്ങൾ. അത് സാധാരണ അനുഭവങ്ങളല്ല, ഒരുപാട് പേരെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ആകെ ഞെട്ടിപ്പോവാണ്. അപ്പൊ യൂറി പറയാണ്, പേടിക്കൊന്നും വേണ്ട, ഞാനൊരു സൈക്കോയോ സീരിയൽ കില്ലറോ ഒന്നുമല്ല, ഒരു പോലീസുകാരനാണ്. ഒരുപാട് ക്രിമിനൽസിനെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്നിരുന്നാലും എന്തോ ഉള്ളിലൊരു വല്ലാത്തൊരു വേദനയുണ്ട് ഇതൊക്കെ ആലോചിക്കുമ്പോഴേ. ഇതേ സമയത്തിന് നമ്മുടെ മാർവിൻ എന്തോന്ന് പറയാൻ നിൽക്കുമ്പോൾ ഇപ്പൊ ലിയ പറയാണ്, നീ എന്താ ചെയ്തെന്ന് ഞാൻ പറയാം. ഒരു സാധുവായിട്ടുള്ള മനുഷ്യനെ മരിക്കാൻ വിട്ടുകൊടുത്തില്ലേ, നീ കാരണമല്ലേ എന്റെ അപ്പൂപ്പൻ മരിച്ചത്. അവളിങ്ങനെ വഴക്കുണ്ടാക്കി വരുന്ന സമയത്ത് എല്ലാവരും കൂടെ അവളെ ഒന്ന് കാമാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഒലീവിയ ഒരു കാര്യം പറയാണ്. 2 വർഷം മുന്നേ ടീമും ഒലീവിയും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു കാര്യം അവൻ ആലോചിച്ചായിരുന്നല്ലോ. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവള് പ്രഗ്നന്റ് ആയി. എന്നാൽ ഒരു സമയത്ത് ആ ഒരു ഗർഭം അലസി പോവാണ്, ആ ഒരു കുഞ്ഞിനെ നഷ്ടമായി. അപ്പൊ ആ ഒരു വേദന അവള് പങ്കുവെക്കുന്ന സമയത്ത് ടീം വേഗം തന്നെ ഒലീവിയെ വിളിക്കണം, നീ ഒന്ന് എഴുന്നേറ്റ്, എനിക്കൊന്ന് സംസാരിക്കണം. ഇതും പറഞ്ഞ് അപ്പുറത്തേക്ക് അവളെ മാറ്റിക്കൊണ്ടുപോയിട്ട്, ഈ കാര്യങ്ങളൊക്കെ നീ എന്തിനാണ് അവരോട് സംസാരിക്കേണ്ടത്? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇതിന്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ഒലീവിയ പറയുന്നുണ്ട്, ടിമ്മെ, നമ്മുടെ കുഞ്ഞിനെ നഷ്ടമായതിന്റെ പേരിൽ നിനക്ക് യാതൊരു വിഷമവും ഇല്ല. ആ സംഭവിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞപ്പോൾ നീ നിന്റെ ജോലിയായിട്ട് പോയില്ലേ? എടാ, എനിക്ക് മാത്രമേ ആ ഒരു കാര്യത്തിൽ വിഷമമുള്ളൂ, അതുകൊണ്ട് നീ കൂടുതലായിട്ട് സംസാരിക്കാൻ വരണ്ട കേട്ടോ. ഇതും പറഞ്ഞ് ഒലീവിയ അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ടിം ശരിക്കും ഉണ്ടല്ലോ, ഒലീവിയ എത്ര വിഷമിച്ചോ അതിന്റെ 100 ഇരട്ടി അവൻ വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്. എന്നാൽ ആണുങ്ങളുടെ ഉള്ളിൽ ആ ഒരു മെയിൽ ഈഗോ ഉണ്ടല്ലോ, തന്റെ വിഷമങ്ങൾ പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു മെയിൽ ഈഗോ, അത് കാരണം ടിം അവന്റെ വിഷമങ്ങളൊന്നും കാണിച്ചില്ല, അത്രമാത്രം. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടിം വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ കുറെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണ്ടേ. സോ എന്തായാലും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടണമെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഓണർ അയാളുടെ റൂമിലേക്ക് പോയിട്ട് നല്ല പരിശോധന നടത്തണം. അതുപോലെ തന്നെ മരിക്കുന്നതിന് മുന്നേ ആന്റണി എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവന്റെ ആ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നോക്കി പരിശോധിക്കാൻ വേണ്ടി ലിയോട് ഏൽപ്പിക്കുകയാണ്. ലിയ ആ ഒരു പാറ്റേൺ മുഴുവനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്തൊക്കെയോ വരച്ചു വെച്ചിട്ടുണ്ട്. ആ വരച്ചു വെച്ചതിൽ ഒരു 4 ചതുരം മാത്രം നന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ആ പുറത്തുള്ള ബ്രിക്സ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു സ്ട്രക്ചറെ തോന്നുന്നു ഈ ആന്റണി വരച്ചു വെച്ചിരിക്കുന്നത്. ഇതേ നേരം തന്നെ ടിം, അതുപോലെ മാർവിൻ, അന്ന, ഇവര് 3 പേരും കൂടെ ആ ഒരു ഓണറുടെ റൂമിൽ പോയിട്ട് പരിശോധിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ച് ഒരു രഹസ്യ റൂമിന്റെ വാതിൽ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ ഇതെങ്ങനെ തുറക്കണമെന്ന് അറിയുന്നില്ല. പിന്നീട് ഫുള്ളായിട്ട് പരിശോധിച്ചപ്പോൾ ഒരു റിമോട്ട് കിട്ടുകയാണ്. ആ റിമോട്ടിൽ ഫിംഗർ പ്രിന്റ് വെച്ചാൽ മാത്രമേ ഈ വാതിൽ തുറക്കുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ 2-3 തവണ മാർവിൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ടീം പറയണം, അതങ്ങനെയല്ല, വേറൊരു മാർഗ്ഗമുണ്ട്, കുറച്ച് വെള്ളപ്പൊടി കിട്ടുമെന്ന് നോക്കുന്നു പറയണം. അതുപോലെ തന്നെ താഴെ നമ്മുടെ യൂറിയുടെ അടുത്താണല്ലോ ഒലീവിയും അതുപോലെ തന്നെ ലിയ ഉള്ളത്. അപ്പൊ ഇവർക്ക് 2 പേർക്കും അവിടെ വെച്ച് ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടുകയാണ്. ആ കാർഡ് നമ്മുടെ ആന്റണിയുടേതാണ്. അതായത് അപ്പുറത്ത് മരിച്ചു കിടക്കുന്നുണ്ടല്ലോ അവന്റെ തന്നെ. അതായത് അവൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്, എപ്സിലോൺ, ഒരു നാനോ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയിലാണ് ആന്റണി വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് യൂറിയോട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, അവൻ എവിടെയാ ജോലി ചെയ്യുന്നത്, അവന്റെ ജോലി എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കാറുമില്ല, അവനിട്ട് പറയാറുമില്ല. പിന്നീട് ഈ ആന്റണി തന്നെ കുറെ എഴുതി കളഞ്ഞ പേപ്പറിന്റെ കഷ്ണങ്ങൾ ഡസ്റ്റ്ബിനിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്തൊക്കെയോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെന്തോ കോഡൊന്നും എഴുതിയിട്ടുണ്ട്. സോ കോഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രഹസ്യ സ്വഭാവമുള്ള എന്തൊരു കാര്യം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നല്ലേ. മേ ബി രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരിക്കാം. ഇതെല്ലാം കാണുന്ന സമയത്ത് യൂറി പറയണം, നിങ്ങൾ വെറുതെ പുറത്തേക്ക് കടക്കാൻ നോക്കണ്ട, അത് ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമായിരിക്കും, നിങ്ങൾ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുന്നു പറഞ്ഞിട്ട് ഇവർ ഈ പുറത്ത് പോകാൻ ശ്രമിക്കുന്നതിനെ തടയാൻ ശ്രമിക്കുകയാണ് യൂറി. ഇതേ നേരം തന്നെ മുകളിൽ നിന്ന് ടിമ്മും മാർവിനും അന്നയും കൂടെ ആ ഒരു റൂം ഓണർ ഉണ്ടല്ലോ അയാളുടെ റൂമിലെ രഹസ്യ റൂം തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ലായിരുന്നല്ലോ. ആ റിമോട്ടിലെ എന്തൊക്കെയോ കോഡുകൾ ഇപ്പോൾ ടിം കണ്ടുപിടിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തുറക്കും. അപ്പൊ ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി അന്നയെ താഴേക്ക് വിടുകയാണ്. അന്ന വേഗം തന്നെ താഴെ പോയിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അന്നയുടെ കൂടെ ഒലീവിയ പോകുന്നുണ്ട്. എന്നാൽ ലിയ അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ എന്തായാലും ഈ ഒരു കോഡ് വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന് പറയണം. ഇതേ നേരം നമ്മുടെ ടിമ്മും മാർവിനും കൂടെ എങ്ങനെയൊക്കെയോ ആ ഒരു റൂം ഓണർ ഉണ്ടല്ലോ ഇയാളുടെ ആ ഒരു രഹസ്യ റൂം തുറക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒലീവിയും അന്നയും വന്നിട്ടുണ്ട്. 4 പേരും റൂമിൽ കയറിയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു 4-5 മോണിറ്റർ, ഒരുപാട് CCTV ഫൂട്ടേജ്, ഇതെല്ലാം അതിൽ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഓരോ റൂമിലും ഈ റൂമിന്റെ ഓണർ ഒളിക്യാമറ വെച്ചിട്ടുണ്ട്. ഇയാളുടെ ഉദ്ദേശം വേറൊന്നുമല്ല, എന്തായിരിക്കും, അന്യന്റെ രഹസ്യങ്ങൾ അറിയാ എന്നുള്ള ആ ഒരു വൃത്തിയേട്ട സ്വഭാവം തന്നെ. അവസാനത്തെ കുറച്ച് ക്ലിപ്പുകൾ എടുത്തു നോക്കുമ്പോൾ ഈ മാർവിനും അന്നയും കൂടെ കുറച്ച് മുന്നേ
കുറച്ച് റൊമാൻറ്റിക് ആയിരുന്നു. ആ വിഷ്വൽ വരെ ഉണ്ട്. ഇയാൾ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം കാണിച്ചു എന്നല്ലാതെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വലിയ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ബ്രിക്സ് ഇവിടെ വന്നില്ലേ, ഇതുമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധമില്ലാന്ന് ഇവർക്ക് മനസ്സിലായി. എന്തായാലും എപ്പോ ഇത് ഉണ്ടായി എന്ന് പരിശോധിക്കണമല്ലോ, CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു വീഡിയോ അവർ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഈ ജനലിന്റെ ഭാഗത്ത് നല്ല വെളിച്ചമുണ്ട്. പെട്ടെന്ന് ആ ഒരു വെളിച്ചെല്ലാം പതിയെ പതിയെ പോവുകയാണ്. മുകളിൽ നിന്നും എന്തോ ഒരു പൊടി താഴേക്ക് ഇറങ്ങുന്നത് പോലെ ഇവർ കാണുന്നുണ്ട്. ആ പൊടിയാണ് പിന്നീട് കറുത്ത രൂപത്തിലുള്ള കട്ടകളായിട്ട് മാറിയത്. ഇതേ സമയം താഴെ ലിയ ഉണ്ടല്ലോ, ആന്റണി എഴുതി വെച്ച ആ ഒരു കോഡ് അത് കുറെ ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയോ ചില സംശയങ്ങൾ ലിയക്ക് തോന്നുകയാണ്. ലിയ പതിയെ അവിടെ മരിച്ചു കിടക്കുന്ന ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇയാളുടെ കഴുത്തിൽ ഒരു ചുവന്ന ഷാൾ ഉണ്ടായിരുന്നു. പതിയെ ആ ഒരു ഷാള് അവള് മാറ്റി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ചോര കല്ലിച്ചതിന്റെ പാട് ആ ഒരു കഴുത്തിലുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ ലിയയുടെ പിന്നിലേക്ക് ഈ യൂറി വരുന്നുണ്ട്. ഇപ്പൊ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ടിം ആ ഒരു CCTV വിഷ്വൽ എല്ലാം പരിശോധിക്കുമ്പോൾ താഴത്തെ റൂമിന്റെ ഓണർ ഉണ്ടല്ലോ ആന്റണി, ഇയാള് പുറത്തു പോയിട്ട് ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ട് ഇവർക്ക് കാണാൻ പറ്റി. സോ അതിനർത്ഥം എന്താണ്, ഈ വാതില്, ഈ ബ്രിക്സുകൾ ഇത് തുറക്കാൻ പറ്റും, അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഈ മാറിവിന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ഞാൻ എന്തായാലും താഴെ പോട്ടെ, അവരോട് ഈ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ താഴേക്ക് പോവാണ്. എന്നാൽ അതിനുശേഷമാണ് മറ്റൊരു വിഷ്വൽ കാണുന്നത്. ഇതുപോലെ പുറത്തു പോയിട്ട് ഉള്ളിലേക്ക് കയറി വരുന്ന ഈ ആന്റണി ഉണ്ടല്ലോ, ഇവനെ കഴുത്ത് ഞെരിച്ച് യൂറി കൊല്ലുന്ന ആ ഒരു കാര്യം അത് നേരിട്ട് തന്നെ ഇവർ കാണുകയാണ്, അതായത് ആ ഒരു CCTV വിഷ്വലിലൂടെ. എന്നാൽ ഈ ഒരു കാര്യം മാർവിൻ അറിയോ? ഇല്ല. മാർവിൻ നേരെ താഴേക്ക് ചെന്ന് ഈ കാര്യം യൂറിയോട് പറയാൻ നിൽക്കുകയാണ്. എന്നാൽ യൂറിയുടെ ആ ഒരു മട്ടും പാവെല്ലാം കണ്ടപ്പോൾ മാർവിൻ എന്തോ ഒരു പേടി പോലെ അതുപോലെ തൊട്ടപ്പുറത്ത് മരിച്ചെടുക്കുന്ന ലിയെ കാണുകയാണ്. ആ പാവം പെൺകുട്ടിയെ ഇവൻ കൊന്നു കളഞ്ഞു. ആകെ ഞെട്ടിപ്പോയ മാർവിൻ ചോദിക്കുകയാണ്, നീ എന്താ ഈ ചെയ്യുന്നത്? അതേ സമയത്ത് തന്നെ ആന്റണി എഴുതി വെച്ച ചില കോഡുകൾ ഉണ്ടല്ലോ, ആ ഒരു പേപ്പർ ഈ യൂറി കൈകൊണ്ടിട്ട് കത്തിച്ചു കളയാണ്. മാത്രമല്ല യൂറി ഒരു കാര്യം പറയാണ്, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേക്ക്, നമ്മളിപ്പോ ഒരു സംരക്ഷണത്തിലാണ്, ഇത് വിട്ട് പുറത്തു പോകാൻ നിങ്ങൾ ആരും ശ്രമിക്കല്ലേ, അങ്ങനെ പോവുകയാണെങ്കിൽ അവളുടെ ഗതി തന്നെ നിനക്കും വരുന്നു പറയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ മാർവിൻ ആണെങ്കിൽ ആകെ പേടിച്ചു നിൽക്കുകയാണ്. ഇതേ നേരം മുകളിലുണ്ടായിരുന്ന ടിമ്മിനും ഒലീവയ്ക്കും അന്നൊരു കാര്യം മനസ്സിലായി, യൂറി അത്ര നല്ല ആളല്ല. വേഗം തന്നെ താഴേക്ക് ഇറങ്ങി വരികയാണ്. നോക്കുമ്പോ എന്താ, മാർവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന യൂറിയാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ടിമ്മു അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവൻ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഇവര് രണ്ടുപേരെയും യൂറി അടിച്ചിടുകയാണ്. കാരണം നല്ല ആരോഗ്യമുള്ള ആളാണ് ഈ യൂറി. അതുകൊണ്ട് തന്നെ യൂറിയുടെ കയ്യിൽ നിന്ന് രണ്ടുപേർക്കും നല്ല രീതിയിൽ തന്നെ അടി കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഒരവസരം കിട്ടിയപ്പോൾ മാർവിൻ കയ്യിൽ കിട്ടിയ ഒരു കമ്പി ഇതെടുത്ത് ഒരൊറ്റ അടിയാണ്. ആ അടിയിൽ അവൻ വീണു പോകുന്നുണ്ട്. അപ്പൊ തന്നെ ഗണ്ണെടുത്ത് അവൻ ഷൂട്ട് ചെയ്ത് ഈ യൂറിയെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഒലീവിയ ഒരു കാര്യം പറയുന്നുണ്ട്, അവനെ കൊല്ലല്ലേ, കാരണം ഇവിടുന്ന് എങ്ങനെ പുറത്ത് കടക്കാം എന്നുള്ള രഹസ്യം അവൻ അറിയാമെങ്കിലോ, അതുകൊണ്ട് അവനെ കൊല്ലാതെ കെട്ടിയിട് എന്ന് പറയാണ്. പിന്നീട് കയ്യിലുണ്ടായിരുന്ന ഇൻസുലേഷൻ ടേപ്പ് അത് ഉപയോഗിച്ച് ഇവൻ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവനെ കെട്ടിയിടുന്നുണ്ട്. അതുപോലെ മരിച്ചു കിടക്കുന്ന ലിയെ കണ്ടിട്ട് ഒലീവിയയ്ക്കും അന്നിക്കും ഭയങ്കരമായിട്ട് സങ്കടമാണ്. എന്നാലും എന്തിനായിരിക്കും ഈ ചെറിയ പെൺകുട്ടി അവൻ കൊന്നിട്ടുണ്ടാവുക? മിക്കവാറും എന്തെങ്കിലും ഒരു കാര്യം അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അതിന്റെ പേരിലായിരിക്കും അവളെ കൊന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ആന്റണി, ഇവൻ എന്തിനാണ് ഇതുപോലെ ഒരുപാട് കോഡുകളും കാര്യങ്ങളും എഴുതി വെച്ചത്? ഇവൻ ഇപ്പൊ ഒന്നും തുടങ്ങിയതല്ല ഈ ഒരു കാര്യം. അതായത് ഇവൻ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനി ഉണ്ടല്ലോ, നാനോ ടെക്നോളജി കമ്പനി. അപ്പൊ ആ ഒരു കമ്പനിക്ക് വേണ്ടി എന്തൊക്കെയോ ചില പ്രോഗ്രാമുകൾ ഇവൻ ഉണ്ടാക്കുകയായിരുന്നു തോന്നുന്നു. ഈ ഒരു ബ്രിക്സ് ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതൊക്കെ അവന് ചിലപ്പോൾ നന്നായിട്ട് അറിയുമായിരിക്കും. അവന്റെ ആ ഒരു കമ്പനിക്ക് ഇതുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. ഇപ്പോ ഈ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ആന്റണി ജീവനോടെ ഇല്ല. നമുക്ക് എന്തായാലും യൂറിയോട് ചോദിക്കാന്ന് പറയണം. എന്നാൽ യൂറിയോട് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇവരെ കളിയാക്കി ചിരിക്കുകയല്ലാതെ കാര്യമായിട്ട് ഒരു അക്ഷരം പോലും പറയുന്നില്ല. അതായത് നാനോ ഡിഫൻസ് കമ്പനി, ഈ കമ്പനി ഉണ്ടാക്കിയ എന്തോ ഒരു പരിപാടിയാണിത്, അവരുടെ എന്തോ ഒരു പരീക്ഷണമാണിത്, ഇതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയെങ്കിൽ പറയുമ്പോൾ യൂറി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അത് നമ്മളെ കൊല്ലാനൊന്നുമല്ല, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കരുതുന്നത് പോലെയല്ല, പുറം ലോകത്ത് എന്തോ ഭീകരമായി യുദ്ധം നടക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു കെമിക്കൽ വെപ്പൺ ഉപയോഗിച്ചുള്ള വാറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ടുണ്ടാവാം. സോ ഇതിൽ നിന്നെല്ലാം നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളെ സംരക്ഷിക്കാനാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് തുറന്ന് പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനല്ല പറ്റുക, പകരം മരിക്കുക ചെയ്യാൻ നിങ്ങൾ. എന്നാൽ ഇവന്റെ പ്രാന്തമായിട്ടുള്ള ഈ വർത്തമാനം കേട്ടപ്പോൾ മാർവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക. നല്ല കുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ ടിം അവനെ തടുക്കാണ്, അവനൊന്ന് ചെയ്യല്ലേ, എങ്ങാനും ചത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടേണ്ടത് അതങ്ങോട്ട് ഇല്ലാണ്ടായി പോകും. അതുപോലെ തന്നെ എന്തിനാണ് ആന്റണിയെ കൊന്നതെന്ന് ഈ യൂറിയോട് ചോദിച്ചപ്പോൾ അവനോട് ഞാനൊരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അവൻ അത് ചെയ്തു, അതിന്റെ പേരിലാണ് ഞാൻ കൊന്നത്. ഈ സമയത്ത് നമ്മുടെ ഒലീവിയ അവൾ അങ്ങനെ ആലോചിക്കുകയാണ്, എന്തിനായിരിക്കും ഈ യൂറി ആന്റണിയെ കൊന്നിട്ടുണ്ടാവുക, ആന്റണി എന്തായിരിക്കും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. നമുക്ക് എന്തായാലും CCTV വിഷ്വൽസ് ഒന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇവരൊരു കാര്യം കാണാം, ആന്റണി കാര്യമായിട്ട് അവന്റെ ലാപ്ടോപ്പിൽ എന്തോ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അതുമായിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് യൂറി അവനെ കൊന്നു കളഞ്ഞത്. പിന്നീട് ഇവർ പരിശോധിച്ച സമയത്ത് ഒരു കാര്യം മനസ്സിലായി, അതായത് ഇത് തുറക്കാൻ ആവശ്യമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഈ ആന്റണിയുടെ ഫോണിലുണ്ട്. സോ CCTV വിഷ്വലിലൂടെ ആ ഫോൺ എവിടെയാണെന്ന് ഇവർക്ക് മനസ്സിലായി. ആ ഫോൺ ഉപയോഗിച്ച് ആ ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത ആപ്പ് ഉപയോഗിച്ച് ഇവര് നേരെ ഈ ഒരു ചുമരുണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ കാണുന്ന ചുമരിൽ ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒന്നുമല്ല, നമ്മൾ ഈ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്നത് പോലുള്ള സാധാരണ ഒരു QR കോഡാണ്. എന്നാൽ അതിന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ആവശ്യമാണ്. സോ അതാണ് നമ്മുടെ ആന്റണി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അവന്റെ ആ ഒരു പഴയ ഫോണിൽ നിന്നും ഈ ടിം അവന്റെ ഫോണിലേക്ക് ഇത് കയറ്റുകയാണ്. എന്നിട്ട് അതിൽ ആ ഒരു സ്കാനർ ഉപയോഗിച്ച്
ഉപയോഗിച്ച് ആ ചുമര് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫോണിൽ ചതുരത്തിൽ നാല് സ്പോട്ടുകൾ കാണുകയാണ്. അതായത് QR കോഡിൽ മെയിൻ ആയിട്ട് കാണുന്ന ആ 4 ചതുരങ്ങൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ അതിലിപ്പോ നമ്മുടെ ടീം പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഫോണിന്റെ ഫ്ലാഷ് ഒരു പ്രത്യേക രീതിയിൽ മിന്നുന്നുണ്ട് കേട്ടോ. സോ അതിനുശേഷം 4 ഞെക്കി കഴിഞ്ഞപ്പോൾ ഈ ചുമരിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങുകയാണ്. യെസ്, ഇത് തന്നെയാണ് ആ ഒരു ചാവി. അങ്ങനെ പ്രതീക്ഷയിൽ ഇവര് നിൽക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ ആ ഒരു ചുമര് മാറുകയാണ്. വേഗം തന്നെ അങ്ങോട്ടേക്ക് പോയിട്ട് അതിൽ തൊടാൻ നിൽക്കുമ്പോൾ തന്നെ യൂറി പറയാണ്, വേണ്ട ആവശ്യമില്ലാതെ ആ ഒരു കാര്യം ചെയ്യരുത്. അവനിപ്പോ മാർവിനെ വിളിക്കാണ്. മാർവിൻ, ഞാൻ ഒരു കാര്യം പറയാണ്, നിന്റെ ഗേൾഫ്രണ്ട് അപകടത്തിലേക്കാ പോകുന്നേ. പരമാവധി യൂറി അതിനെ തടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവളുടെ ആ ഒരു കൈ അതിലേക്ക് ഇട്ടു. എന്നാൽ അപ്പുറത്തേക്ക് മുഴുവനായിട്ടും പോകാനായിട്ട് ഒരു പേടി തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ കൈ അത് തിരിച്ചു വലിക്കാൻ നോക്കുമ്പോൾ കൈ തിരിച്ചു കിട്ടുന്നില്ല. എന്നാൽ ആ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടല്ലോ, അത് കാരണം അവളുടെ കാല് അതുപോലെ തന്നെ അവളുടെ ആര ഇതെല്ലാം അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. മാത്രമല്ല ഈ ഒരു ചുമരാണെങ്കിൽ പഴയതുപോലെ ആവുകയാണ്. പേടിച്ച് നിലവിളിച്ച് അവൾ ആകെ കരയാൻ തുടങ്ങി. പരമാവധി ശക്തിയിൽ ഇവരെല്ലാവരും അവളെ വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും ആ ഒരു ചുമര് പഴയതുപോലെ ആവുകയാണ്. ഈ അന്നയുടെ ഏതൊക്കെ ഭാഗം അതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയോ അത് മുഴുവനായിട്ടും കട്ടായി പോയി അവള് താഴേക്ക് വീഴുകയാണ്. വളരെ ഭീകരമായിട്ടുള്ള ഒരു മരണം. ഇത് കണ്ട് മാർവിനാകെ ഷോക്കായി പോകുന്നുണ്ട്. അവൻ ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇത് കണ്ട് തൊട്ടപ്പുറത്തിരുന്ന ഒരാൾ അങ്ങനെ ചിരിക്കുന്നുണ്ട്. യൂറി കേട്ടോ. അവന്റെ ആ ഒരു ചിരി കണ്ട് സഹിക്കാൻ പറ്റാതെ മാർവിൻ എന്താക്കി, കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് കൊലച്ചിരി ചിരിക്കുന്നോടാന്ന് പറഞ്ഞിട്ട് അവന്റെ നെഞ്ചിലേക്ക് 2-3 തവണ ഷൂട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ മാർവിന്റെ പിടുത്തം ആകെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന്റെ കൺട്രോള് പോകണം. ഇനി അവളില്ലാത്ത ആ ഒരു ലോകത്ത്, ഈ ലോകത്ത് എനിക്കിനി ജീവിക്കേണ്ട. ഗണ്ണെടുത്ത് തലയിൽ വെച്ച ഒരൊറ്റ പൊട്ടിയിലാണ്. സ്പോട്ടിൽ തീർന്നു. സോ ഇപ്പൊ നമ്മുടെ ടീം അതുപോലെ തന്നെ ഒലിവിയ ഇവര് രണ്ടുപേരും മാത്രം ബാക്കിയാവാണ്. രണ്ടുപേരും കുറച്ചുനേരം മുഖത്തോട് മുഖം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ല. കുറച്ചുനേരം അങ്ങനെ നിന്ന സമയത്ത് രണ്ടുപേരും ഇത്രയും വർഷമായിട്ട്, അതായത് 2 വർഷമായി അവർ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല. അവരുടെ ആ ഒരു കുഞ്ഞ് നഷ്ടമായില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർത്താല് എന്താ പറയാ, അവരുടെ ഇടയിൽ ആ ഒരു ഈഗോ പ്രശ്നങ്ങളൊക്കെ തീരാവുന്നതേ ഉള്ളൂ. എന്നാൽ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു സമയത്ത് അവരതങ്ങ് ചെയ്യാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഒരു തവണ കൂടെ നമുക്ക് ആ ഒരു QR കോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറയണം. അങ്ങോട്ടേക്ക് ചെന്നിട്ട് വീണ്ടും അത് നമ്മുടെ ടീം സ്കാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ നേരത്ത് തന്നെ ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഫോണിൽ ഒരു 4 ഡോട്ട് വരുന്നുണ്ടല്ലോ. ഇത് ടച്ച് ചെയ്യുമ്പോൾ ഫ്ലാഷ് ഒരു പ്രത്യേക രീതിയിൽ മിന്നുന്നതായിട്ട് ഒലിവിയ ശ്രദ്ധിച്ചു. അവൾ പറയണ, ടീമേ, ഇത് നമുക്ക് തോന്നുന്നത് പോലെ ഞെക്കാൻ പറ്റില്ല. ഇതിനൊരു കോഡ് ഉണ്ടാകും. ആ ഒരു കോഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവർ നേരെ എന്താക്കി CCTV വിഷ്വൽ പരിശോധിക്കുകയാണ്. അതിൽ ഈ ഒരു ആന്റണി ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്ന വിഷ്വലൊന്നുമില്ല. എന്നാൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുമല്ലോ, അതിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പൊ അവിടെ തെളിയുന്ന ആ ഒരു ഫ്ലാഷ് ലൈറ്റിന്റെ പാറ്റേൺ ഇവർ മനസ്സിലാക്കുകയാണ്. അതായത് ഒരു റിവേഴ്സ് യു ഷേപ്പിലാണ് അത് അടിക്കേണ്ടത്. അതായത് ആ ഒരു കറുത്ത ബ്രിക്സ്, ആ ഒരു ഡോറ് തുറക്കാനുള്ള ആ ഒരു കോഡ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുമ്പോൾ ഇവർ മരിച്ചു എന്ന് കരുതി ആ ഒരു പ്രാന്തനുണ്ടല്ലോ യൂറി, അവൻ മരിച്ചിട്ടില്ലായിരുന്നു. എങ്ങനെയൊക്കെ അവന്റെ ആ ഒരു കെട്ടും പൊട്ടിച്ച് നമ്മുടെ ടീമിന്റെ നേരെ ചാടി വീഴാണ്. അവനെ കൊല്ലാൻ നോക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ ആ ഒരു ഫ്ലോറിൽ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഓട്ടയിലൂടെ ഇവർ രണ്ടുപേരും കൂടെ താഴേക്ക് വീഴുന്നുണ്ട്. അതായത് ബേസ്മെന്റിലേക്ക് വന്ന് വീഴുകയാണ്. പിന്നീട് അവിടുന്ന് പൂരം ഫൈറ്റ് നടക്കുകയാണ്. അതായത് യൂറി ഒരുമാതിരി ഒരു പക്ക സൈക്കോയെ പോലെ ആയിട്ടുണ്ട്. അവൻ പറയുന്നത്, ഒരു കാരണവശാലും ഇത് തുറന്ന് പുറത്തേക്ക് പോകാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. പുറത്ത് എന്തോ വലിയ അപകടം നടക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഇതും പറഞ്ഞ് ഈ ഒരു യൂറി ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഒലിവിയും താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ടിം ഒലിവിയോട് പറയണം, ഒലിവിയ, നീ എങ്ങനെയെങ്കിലും പോയിട്ട് ആ ഒരു ഡോറ് തുറക്ക്. അതായത് ബേസ്മെന്റിൽ ആ ഒരു ടണൽ പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ മൂടിക്കിടക്കുന്ന ആ ഒരു ഡോറ് തുറക്കാൻ പറയാണ്. ഇതേ നേരം തന്നെ ടിമ്മിനെ ഈ ഒരു യൂറി കൊല്ലാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഒരു ശക്തി കിട്ടി അവനെ തിരിച്ചടിക്കുന്നുണ്ട് കേട്ടോ. യൂറിയെ കൊല്ലുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. പ്രാന്ത് പിടിച്ച് കിടക്കണം അവന്. അങ്ങനെ അവസാനം ടിം ഒലിവിയ രണ്ടുപേരും കൂടെ കറക്റ്റ് ആ ഒരു QR കോഡിലെ ആ ഒരു കറക്റ്റ് പാറ്റേണിൽ അടിച്ചപ്പോൾ പെട്ടെന്ന് ആ ഒരു ബ്രിക്സ് എല്ലാം മാറിപ്പോയി. ഒരു വഴി തുറന്നു വരുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും രണ്ടും കൽപ്പിച്ച് അതിലൂടെ മുന്നോട്ടേക്ക് അങ്ങ് പോവാണ്. പോയ സമയത്ത് ചെറിയ രീതിയിലുള്ള പ്രകാശമെല്ലാം കാണുന്നുണ്ട്. അതായത് ഈ ഒരു വലിയ ബിൽഡിങ്ങിന്റെ ചുറ്റുമുള്ള ആ ഒരു കവചത്തിന്റെ ഉള്ളിൽ നിന്നും ഇവർ പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ പുറത്തേക്ക് വന്നപ്പോൾ ഇവരെന്താ ഈ കാണുന്നത്? വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്തായാലും ടിമ്മും നമ്മുടെ ഒലിവിയും കൂടെ പുറത്തേക്ക് വന്നപ്പോൾ കണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവരുടെ ഈ ഒരു ബിൽഡിംഗ് മാത്രമല്ല, ആ ഒരു ഏരിയയിലുള്ള എല്ലാ ബിൽഡിങ്ങും ഇതുപോലെ ഈ കറുത്ത കട്ടകൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഭ്രാന്തനായിട്ടുള്ള യൂറി, അവൻ ഭ്രാന്തനല്ലേ? അവൻ പറഞ്ഞതൊക്കെ സത്യമാണോ? ഒന്നും പിടുത്തം കിട്ടുന്നില്ല. ജീവനുള്ള ഒരു മനുഷ്യനെയും അവിടെ കാണാനില്ല. എന്നാൽ മുകളിലൂടെ കുറച്ചധികം ഹെലികോപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിലൂടെ ചില കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും ഇവിടെ നടന്നത് എന്താണെന്ന് ഇവർക്കും നമ്മൾക്കും മനസ്സിലാകുന്നത്. സിനിമയുടെ ആരംഭത്തിൽ ഒരു സ്ഥലത്ത് തീ പിടിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ഒരു കൂട്ടം ഫയർഫോഴ്സിന്റെ ഹെലികോപ്റ്റേഴ്സ് പോയിരുന്നല്ലോ. ആ തീ പിടിച്ചത് ഏതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ നാനോ ടെക്നോളജി ഡിഫൻസ് കമ്പനിയിലാണ്. അവരവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള ആ നാനോ പാർട്ടിക്കിൾ, അതാണ് അവിടുന്ന് കൺട്രോൾ വിട്ട് പുറത്തേക്ക് വന്ന് ഇവിടെയുള്ള ബിൽഡിങ്ങിന് മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നത്. ഇതെന്തിനാണ് കണ്ടുപിടിക്കാൻ നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭ്രാന്തനാണ് നമ്മൾ കരുതിയ ആ ഒരു യൂറി ഉണ്ടല്ലോ, അവൻ പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ
ലോകത്തിൽ വലിയ യുദ്ധമോ അല്ലെങ്കിൽ ബയോ കെമിക്കൽ വാറോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു കണ്ടുപിടുത്തം നടത്തിയതാണ്. പക്ഷേ അത് അൺകൺട്രോൾഡ് ആയിട്ട് ആ ഒരു കമ്പനിയിൽ നിന്നും റിലീസായി പോയി. ഒരുപാട് പേര് ഇതിനോടകം തന്നെ ആ ഒരു അൺകൺട്രോൾഡ് ആയിട്ട് ഈ ഒരു നാനോ പാർട്ടിക്കിൾ പുറത്തേക്ക് വന്നതിനെ തുടർന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. യൂറി ആണെങ്കിൽ ഇതിനെ എന്താ പറയാ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അവൻ വിചാരിച്ചതുപോലെ പുറത്ത് വലിയ യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സംഭവത്തിനെ കുറിച്ച് അവനൊരു ധാരണയുണ്ടായിരുന്നു. എന്തായാലും ഇതുപോലെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് ഹെലികോപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടിമ്മിനെയും കൂട്ടി പോകാനായിട്ട് ഒലീവിയ അവളുടെ ഒരു വാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എടുത്തായിരുന്നല്ലോ. അപ്പൊ ആ ഒരു വാനിന്റെ അടുത്തേക്ക് അവനെ കൂട്ടി പോയിട്ട് പറയണേ, എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നമുക്ക് എന്തായാലും കുറച്ചു കാലം ഒന്ന് ഫ്രീ ആവണം, ഒരു ട്രിപ്പ് അങ്ങ് പോവാം കേറെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അവിടുന്ന് പോവാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായ? അതായത് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു തീം തന്നെയല്ലേ, വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കൺസെപ്റ്റിൽ ഒരു മൂവി കാണുന്നു കേട്ടോ. എന്തായാലും കഥ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഇനി കഥകൾ തുടർച്ചയായിട്ട് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. പഴയതുപോലെ തന്നെ ആകാൻ പോവാണ് നമ്മൾ. എന്നാൽ ശരി, നാളെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.